നമസ്കാരം. മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രമായ തുടരും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. എമ്പുരാന് ശേഷം കളക്ഷൻ കണക്കുകളിൽ വമ്പൻ മുന്നേറ്റവുമായാണ് തുടരും മുന്നേറുന്നത്. മോഹൻലാൽ എന്ന താരത്തേക്കാൾ ഉപരി നടന്റെ തിരിച്ചുവരവാണ് തുടരും എന്ന ചിത്രമെന്നാണ് കൂടുതൽ ആരാധകരും അഭിപ്രായപ്പെടുന്നത്. ശോഭനയാണ് മോഹൻലാലിന്റെ നായികയായി ചിത്രത്തിൽ അഭിനയിച്ചത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത്. ഏറെ കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം ആഘോഷിച്ച ചിത്രം കൂടിയാണ് തുടരും. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും റെക്കോർഡ് ബുക്കിംഗുമായാണ് മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ പ്രമുഖ സംവിധായകനായ പി ചന്ദ്രകുമാറും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഏറെ കാലത്തിന് ശേഷമാണ് ചന്ദ്രകുമാർ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടരും എന്ന ചിത്രത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവവും അതിനോട് മോഹൻലാൽ പ്രതികരിച്ച രീതിയും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനിലേക്ക് കുതിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 69 കോടി രൂപയാണ് ചിത്രം ആഗോള കളക്ഷനായി നേടിയത്. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ സിനിമയുടെ നിർമ്മാതാക്കളായ രജപുത്ര വിഷ്വൽ മീഡിയയും വിതരണക്കാരായ ആശീർവാദ് സിനിമാസുമാണ് ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടത്. കേരളത്തിൽ നിന്ന് മാത്രം 3 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 20 കോടി രൂപയാണ്. ഞായറാഴ്ച 8 കോടിയാണ് നേടിയത്. തിങ്കളാഴ്ചയും കളക്ഷൻ 6 കോടിയിൽ മുകളിൽ പോയി. 41 കോടിയാണ് വിദേശത്തു നിന്നുള്ള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ 7 കോടിയും നേടി. മോഹൻലാലിന്റെ കരിയറിലെ 360-ാമത്തെ ചിത്രമാണ് തുടരും. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഷാജി കുമാറാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് വി പി, സംഗീതം ജേക്സ് ബിജോയ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത, ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ്, കലാസംവിധാനം ഗോകുൽദാസ്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തുടരും സിനിമയുടെ കഥാവകാശത്തെക്കുറിച്ച് ഗുരുതര ആരോപണവുമായി സംവിധായകൻ നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു. അജു വർഗീസ് നായകനായി എത്തിയ ബ്ലാസ്റ്റേഴ്സ് സംവിധാനം ചെയ്ത സംവിധായകൻ നന്ദകുമാർ തുടരും സിനിമയുടെ കഥയും മുഖ്യ സന്ദർഭങ്ങളും തനിക്ക് തന്നെ പിറവിയാക്കിയ കഥയിലേതാണെന്ന് ഗുരുതരമായി ആരോപിച്ചിരുന്നു. തനിക്ക് എല്ലാ ഡിജിറ്റൽ തെളിവുകളും കൈവശമുണ്ടെന്നും കഥ 2013-ലാണ് സൃഷ്ടിച്ചത് എന്ന സിനിമാക്കാർ പറയുന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും നന്ദകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.